കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശാന്തമായ രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവർക്കും സമാധാനവും ശാന്തിയും നന്മയും അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി നൽകുമാറാകട്ടെ. 34 സങ്കീർത്തനം 18 വാക്യത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങി ഭാരത്തിൽ, വേദനയിൽ, നിരാശയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവം സമീപമായി തകർന്ന ഹൃദയത്തെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, സഹായിക്കുവാൻ ആകാശത്തെയും ഭൂമിയെയും സർവത്തെയും ഉണ്ടാക്കിയ ഏകനായ വേറെ രീതിയിൽ വെളിപ്പെട്ട ദൈവം എന്നും എബ്രായർ 11:8 ഇന്നലെയും ഇന്നും എന്നും മാറാത്ത ദൈവമായി എപ്പോഴും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ജീവനുള്ള ദൈവമായി ആയിരിക്കുന്നു. യെരമ്യാവ് 32:17, 19, 27 എന്നാൽ കഴിയാത്ത നല്ല കാര്യമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നത് നമുക്ക് കാണുവാനിടയാകും. മത്തായി 19:26 മനുഷ്യനാൽ കഴിയുകയില്ല, ദൈവത്താൽ കഴിയും. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ തകർന്നുപോയ ഹൃദയത്തെ വിടുവിക്കേണ്ടതിന് 3 ആണിന്മേൽ 2 കള്ളന്മാരുടെ ഇടയിൽ ഒരു കള്ളനെ പോലെ നമ്മുടെ സമാധാനത്തിനായി, നമ്മുടെ ശാപങ്ങൾക്കായി, നമ്മുടെ രോഗങ്ങൾക്കായി, നമ്മുടെ ദുഃഖങ്ങൾക്കായി എന്നേക്കുമായി മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയും ജീവനോട് എഴുന്നേൽക്കുവാനിടയായി. 119 സങ്കീർത്തനം 33, 34, 35 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ചട്ടം, ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സിലും ദൈവത്തിന്റെ ലായിലും ദൈവം തരുന്ന കൽപ്പനയിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തകർന്നും ഒറ്റപ്പെട്ടും ക്ഷീണിച്ചും സ്വസ്ഥതയില്ലാതെ ജീവിക്കണ്ട, മരിച്ചാൽ മതി, ഇനി ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഏത് വ്യക്തിയുടെ ഹൃദയത്തിലും ദൈവികമായ വിടുതൽ തരുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. 2 കൈയും 2 കാലും 2 കണ്ണുമില്ലെങ്കിൽ ജീവിക്കാം. ഹൃദയം തകർന്നാൽ, ഹൃദയം പൊട്ടിപ്പോയാൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നൽകുവാൻ ക്രിസ്തു എന്നേക്കുമായി മരിക്കുവാനിടയായി. ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സ്നാനപ്പെട്ട് വേർപെട്ട് ഭയത്തോടും ഭക്തിയോടും ജീവിച്ചാൽ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. ഇന്നലെ കേട്ടുകാണ് 1 വയസ്സായ ഒരു കുഞ്ഞ് മരിച്ചുപോയി.
രണ്ടു ദിവസം കഴിയുമ്പോൾ അറിയാം. ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രം. ആ കുഞ്ഞ് മരണസമയം വേദനപ്പെട്ട് കാണും. വളരെ ഹൃദയം പൊട്ടുന്ന, ഹൃദയം തകരുന്ന രീതിയിലാണ് പിശാച് കുടുംബത്തിന്റെ അകത്തും പുറത്തും പ്രവർത്തിക്കുന്നത്. ഇഷ്ടംപോലെ പണമുണ്ട്, ദൈവം വേണ്ട, ദൈവികം വേണ്ട, കഞ്ചാവും മയക്കമരുന്നും ദുർമന്ത്രവാദങ്ങളും ആഭിചാരവും കമ്പട്ടിയും അടിയും വെട്ടും കുത്തും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ സഭകളിൽ, കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ മുതൽ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നന്മ പിന്നാലെ വരും, ഉയർച്ചകൾ പിന്നാലെ വരും. കാലം, ദുഷ്കാലം ഈ ലോകത്തിൽ എപ്പോൾ, ഏത്, എവിടെ, എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാ രാജ്യത്തിലും എല്ലാ സ്ഥലങ്ങളിലും കൂടുതലായി നടക്കുന്ന ഒരു കാര്യം പദവി, പണം, പേര്, പുകഴ്ച. ഈ കാര്യങ്ങൾ പിശാചിന് ഉള്ള ഒരു ആയുധമാണ്. ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ അകത്ത് ദൈവികമില്ല. പദവി, പേര്, പണം കുറച്ചുകൂടെ സമ്പാദിക്കണം, കുറച്ചുകൂടെ പേരുണ്ടാക്കണമെന്നായിരിക്കുമ്പോൾ ഒരു ദിവസം ദുഃഖം, വേദന വരും. അതുകൊണ്ട് ഹൃദയം കറുകിപ്പോയ, തകർന്നു നിൽക്കുന്ന ആയിരം ആയിരം ലക്ഷം ലക്ഷം കോടി കോടി ജനമുണ്ട്. ഈശ്വരന്മാർ ഇന്ത്യയിൽ കടന്നു വന്നു. ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്തു. അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തു. അത് തെറ്റാണോ എന്നെനിക്കറിയത്തില്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുത്തു. അത് തെറ്റാണോ എന്നെനിക്കറിയില്ല. കഞ്ചാവിനും മയക്കമരുന്നിനും അനീതിക്കും ദുഷ്ടതയ്ക്കും ചതിവിനും തുറമന്ത്രവാദത്തിനും രോഗത്തിനും ഒറ്റയ്ക്കും തകർന്നും തരിപ്പണമായി കിടന്ന അനേകര് ക്രിസ്തുവിൽ സമാധാനത്തിന്റെ പാതയിൽ അവർ മരിക്കുന്ന സ്ഥാനത്ത് അവർക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ അവർ കാണിച്ചു കൊടുത്തു. എന്നാൽ അവർ ഹൃദയത്തിൽ, റോമർ 10:9-10 ഹൃദയത്തിൽ വിശ്വസിക്കുകയും പിതാവായ ദൈവം കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജീവനോടെ എഴുന്നേൽപ്പിച്ചു എന്ന് അവർ വിശ്വസിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുതുക്കുന്ന ദേശത്തിൽ 150 വർഷങ്ങൾക്ക് മുമ്പേ സുവിശേഷം കടന്നു വന്നത് കൊണ്ടാണ് വിദ്യാഭ്യാസത്തിലും നന്മയിലും ഉയർച്ചയിലും അനുഗ്രഹത്തിലും ആരോഗ്യത്തിലും ബലത്തിലും ബുദ്ധിയിലും ശക്തിയിലും നന്മയിലും ഐശ്വര്യത്തിലും നമ്മൾ മാറ്റപ്പെടുവാനിടയായത്. അങ്ങനെ 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുതുക്കുന്നിൽ ഒരു ദൈവസഭ വരാതിരുന്നുവെങ്കിൽ എന്തായിരിക്കും? ദൈവിക സഭയില്ലാത്ത സ്ഥലങ്ങളിൽ നോക്കുക. ഒരു വീഡിയോ കണ്ടു, ഒരു സ്ഥലത്ത് വീടുകളെയൊക്കെ അടിച്ചു തകർക്കുകയാണ്. ഒന്ന് ചിന്തിക്കണം. ഓടാകട്ടെ, ഓലയാകട്ടെ, ടെറസാകട്ടെ, ഷീറ്റാകട്ടെ, ടാർപ്പയാകട്ടെ, ഒരു വീട് പണിയുവാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. ദുഷ്ടന്മാർ എതിർക്കുന്നില്ല. ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് എതിർക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവൻ എതിർത്താൽ അവന്റെ പദവി പോകും. ഒരു ദിവസം അവൻ തള്ളപ്പെടും, അവൻ ഉപേക്ഷിക്കപ്പെടും, അവൻ ദുഃഖം അനുഭവിക്കും. വേദപുസ്തകം പറയുന്നു, താഴ്മയുള്ളവന് ദൈവം കൃപ കൊടുക്കുകയാണ്. താഴ്മയോടെ കൂടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് ജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുക. ദൈവഭയം ഉണ്ടാകട്ടെ. അത് രാവിലെ വീട് വിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇന്നലെ ഞാൻ കണ്ടു. 16-17 വയസ്സ് പെൺപിള്ളാരും ആൺപിള്ളാരും സിറ്റിയിൽ കൂടെ തേരാപാറ നടക്കുകയാണ്. ഒന്ന് ചിന്തിക്കണം, ഈ പെൺപിള്ളാരൊക്കെ, ഈ ആൺപിള്ളാർ വീട് വിട്ടു പോകുമ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആഫീസ് പൂട്ടാൻ സമയമായി. എന്ന കാര്യം ദൈവഭയമില്ല. കറങ്ങി 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 രാവിലെ കിടന്നിറങ്ങിയിട്ട് സ്കൂളിൽ പോകാതെ, കോളേജിൽ പോകാതെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു ജീവിതം തകർച്ചയ്ക്ക് നേരായി പോകും. എന്നെ കൊണ്ട് കറക്കുന്നവൻ ഇട്ടിട്ട് പോകും. നിന്റെ ജീവിതം പരാജയപ്പെടും. നീ ദുഃഖ
കൊടുക്കപ്പെടും. പണം സമ്പാദിച്ചിട്ട് എന്ത് പ്രയോജനം? മക്കൾക്ക് യേശുവിനെ കൊടുക്കുക. സങ്കീർത്തനം 128 യഹോവയ്ക്ക് ഭയപ്പെട്ട് അവരുടെ കൽപ്പന പ്രകാരം ചട്ടപ്രകാരം നടക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. മാനസാന്തരപ്പെടണം, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, വെള്ളത്താൽ മുഖ്യത്തിന് സ്നാനമെടുക്കണം. നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇന്ന് നീ ജീവിച്ചത് മതിയെന്ന് ആത്മാവിന്റെ ഉടമസ്ഥൻ നിന്നെ വിളിച്ചാൽ നിന്റെ നിത്യമായ സ്വർഗത്തിലാണ് നരകത്തിലാണ്. ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ അപ്പനും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ അപ്പന്റെ അപ്പനും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഭൂമി ദൈവത്തിന്റെ വകയാണ്. ഇവിടെ ജനിക്കുമ്പോൾ വെളിച്ചം കൊണ്ടുവന്നില്ല, ശ്വസിക്കുവാൻ കാറ്റ് കൊണ്ടുവന്നില്ല, കുടിക്കുവാൻ വെള്ളം കൊണ്ടുവന്നില്ല, താമസിക്കാൻ ഭൂമി കൊണ്ടുവന്നില്ല, നമുക്ക് കഴിക്കാൻ ആഹാരം കൊണ്ടുവന്നില്ല. ഇതെല്ലാം നൽകിയ ദൈവത്തിന് മുമ്പിൽ അഹങ്കരിക്കാതെ കീഴ്പ്പെട്ടുകൊണ്ട് ദൈവികമുണ്ടാകട്ടെ. വീടുകളിൽ ദൈവ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവസഭകളിൽ ആരാധന നടക്കണം. ആരാധനയല്ലാത്ത ഒരു പ്രവൃത്തികൾക്കും ഒരു സ്ഥലത്തിനും നമ്മൾ ഇടം കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ പരാജയപ്പെടും, ദുഃഖമുണ്ടാകും, പിള്ളേരെല്ലാം പിന്മാറിപ്പോകും. അതോട് ദൈവത്തെ കുറ്റം പറയരുത്. ദൈവത്തോട് കുറ്റം പറയുവാൻ ലോകത്തിൽ ഒരുത്തനും അധികാരമില്ല. ദൈവം പറയുന്ന കൽപ്പനകൾ, ചട്ടങ്ങൾ, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ ഹിതം നമ്മൾ ചെയ്യുമെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ കുരുങ്ങിപ്പോകുകയില്ല. ആകാശം ഇടിയട്ടെ, സൂര്യൻ തകർന്നു പോകട്ടെ, നക്ഷത്രങ്ങൾ വീഴട്ടെ, മഴ പെയ്യാതിരിക്കട്ടെ, ഒറ്റപ്പെട്ടു നിൽക്കട്ടെ, നീ മാനസാന്തരപ്പെട്ടാൽ നീനക്ക് വിട്ടുപോയ നന്മകൾ, നീ തകർത്ത നന്മകൾ അത് തിരിച്ചു വരുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. അതിനകത്തൊരു ആത്മാവുണ്ട്, അത് ദൈവത്തിന്റെ വകയാണ്. ഈ അഹങ്കരിക്കരുത്. ആത്മാവിന്റെ ഉടമസ്ഥൻ ആത്മാവിനെ കൊണ്ടായി എന്ന് ചോദിച്ചാൽ അത് നിത്യമായ നരകമുണ്ട്, നിത്യമായ സ്വർഗമുണ്ട്. കുറെ പഠിച്ചിട്ട് മാനസാന്തരപ്പെടാതെ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒന്നും പഠിക്കാതെ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ശാന്തിയും സമാധാനം പ്രാപിച്ചുകൊണ്ട് മത്തായി 6:33 ആദ്യം ദൈവരാജ്യം തേടുക, ദൈവികത്തിന് ബദലസ്ഥാനം കൊടുക്കുക, ആരാധനയ്ക്ക് ബദലസ്ഥാനം കൊടുക്കുക, പ്രാർത്ഥനയ്ക്ക് ബദലസ്ഥാനം കൊടുക്കുക, വചനത്തെ വായിക്കുക. മക്കളെ ക്രിസ്തുവിൽ നിങ്ങൾ കടത്തിവിട്ടാൽ ഏത് കുലുക്കമെന്നാലും സമുദ്രം ഇളകിപ്പോയാലും നിങ്ങൾ കുലുങ്ങിപ്പോകുകയില്ല. വേദപുസ്തകം പറയുന്നു, എനിക്ക് സഹായം വരും എന്ന് ദൈവം സഹായിക്കും, എന്ന് ദൈവം കൈവിടുകയില്ല. ഏത് പ്രതിസന്ധിയിൽ നിങ്ങളായിരുന്നാലും, നിങ്ങളുടെ ഹൃദയം നീറിപ്പുകയുന്ന ഗുഹയായിരുന്നാലും ഒന്ന് താഴ്മപ്പെടാമെങ്കിൽ വലിയ രീതിക്ക് താഴ്മപ്പെടേണ്ട. ഒരു കടുകിന്റെ രീതിക്ക് താഴ്മപ്പെടാമെങ്കിൽ മാറിപ്പോകാത്ത ശാന്തി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്ക് നൽകുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. വേദപുസ്തകം പറയുന്നു, മനുഷ്യർ വിതയ്ക്കുന്നത് കൊയ്യും. ദൈവികത്തിൽ നിന്ന് നന്മ വിതച്ചാൽ തലമുറയായി നന്മ കൊയ്യും. ദുഷ്ടതയില് നീ അനീതി വിതച്ചാൽ നീ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തി അന്ന് കൊയ്തിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരെ, ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ, തളർന്നു നിൽക്കുന്നവരെ, തകർന്നു നിൽക്കുന്നവരെ എന്ന് വിളിക്കാനിടയായി. ദൈവത്തിന്റെ ചട്ടപ്രകാരം, ദൈവത്തിന്റെ ന്യായ പ്രമാണം പ്രകാരം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തെ പഠിപ്പിക്കാതെ, ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ, ആ വചനപ്രകാരം നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ മുമ്പോട്ട് പോകാൻ നമുക്ക് വേണ്ടതായ നന്മയും സൗഖ്യങ്ങളും നമ്മുടെ ഹൃദയം നേരിട്ടുകയുന്നതെങ്കിൽ മാറിപ്പോകാത്ത കുളിർമയും തരുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ദൈവത്തിന് മുമ്പിൽ കീഴ്പ്പെടുക. ദൈവത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കരുത്. ദൈവത്തെ എടുക്കേണ്ട, ചുമക്കേണ്ട, ദൈവം നാട്ടം പിടിച്ചവനല്ല. ദൈവത്തെ ഉണ്ടാക്കാൻ ലോകത്തിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല. കല്ലിലും മണ്ണിലും കമ്പിയിലും സിമന്റിലും ഒതുങ്ങുന്ന ദൈവമല്ല. ഇയാളെ ദൈവത്തെ ഉണ്ടാക്കാൻ അല്പമനുഷ്യൻ, ഒരു കടങ്കലിന് സമാധാനം പറയാൻ കഴിയാത്ത മനുഷ്യനാ ദൈവത്തെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. ഏകനായ ദൈവം 3 രീതിയിൽ വെളിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മുടെ സ്നേഹിതനാണ്. യശയ്യാവ് 66:13 ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ അപ്പൻ കാണുകയില്ല, അമ്മ കാണുകയില്ല. നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം പറയുന്നത്,
അപ്പം തന്നെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ നമ്മൾ ചുമക്കുന്ന ദൈവമാണ്. ന്യായവിധിയിൽ ദൈവം ചോദിക്കും, നീ മുഖാന്തരം എത്ര പേര് രക്ഷിക്കപ്പെട്ടു? അത് സകല മനുഷ്യനും, രക്ഷിക്കപ്പെട്ടവനും പെടാത്തവനും, ബലമുള്ളവനും ബലമില്ലാത്തവനും, പണമുള്ളവനും പണമില്ലാത്തവനും, ആനാലവൃത്തം. വെളിപ്പാട് 20:11 മുതൽ ദൈവമെന്ന് പിടിച്ചു നിർത്തും നിന്നെ, നീ കുഴിഞ്ഞുപോകും. ദൈവം ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ മുഖാന്തരം എത്ര പേര് രക്ഷിക്കപ്പെട്ടു? ആ വേദന കൊണ്ടാണ് സമാധാനമില്ലാതെ ക്രിസ്തുവിനായിരുന്നപ്പോൾ, ക്രിസ്തുവിന് മുമ്പ് സമാധാനമില്ലാതെ ആയിരുന്നു. സമാധാനം ക്രിസ്തു തന്നത് കൊണ്ടാണ് 39 വർഷം കൊണ്ട് വിളിച്ചു പറയുന്നത്, നീ മനം തിരിയണം, മനം തിരിയണം, മനം തിരിയണം. നീ പാപത്തെ വിടണം, നീ അനീതി ചെയ്യരുത്, അതിർക്കൽ പെടരുത്, കള്ളക്കേസ് പറയരുത്, ദുഷ്ടത ചെയ്യരുത്, കൈക്കൂലി വാങ്ങരുത്. അത് വളരെ ദോഷത്തിന് കാരണമായി തീരും. ഇത് ദൈവം നിന്നെ വിളിച്ചുകൊണ്ട് ആത്മാവിനെ റെസ്റ്റിലേക്ക് അയച്ചുകൊണ്ട് ന്യായവിധിയിൽ നിന്നെ പിടിച്ചു നിർത്തുമ്പോ നീ കുടുങ്ങിപ്പോകും, കടന്നു പോകും, ആടിപ്പോകും. ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് അന്ന് നിന്നോട് ചോദ്യം ചോദിക്കും, ഇന്ന ദിവസം എത്രാം തീയതി നീ മാനസാന്തരപ്പെട്ടു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ വേണ്ടി തീരുമാനമെടുത്തു എന്ന് ചോദിക്കുന്ന ദിവസം കാറ്റയും പ്രളയം ഈ ലോകത്തിൽ അറിയപ്പെടുന്ന സകല മനുഷ്യനും ആടിപ്പോകും. അതുകൊണ്ട് പറയുന്നത് മനം തിരിയണം, ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സന്തോഷമായി യാത്ര ചെയ്യുവാൻ മാറിപ്പോകാത്ത ശാന്തിയും സമാധാനവും നന്മയും കരുണയും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്ക് നൽകുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഉള്ളതിൽ സന്തോഷപ്പെട്ടാൽ ബാക്കി എന്ത് വേണമോ അതെല്ലാം ദൈവം തരും. ദൈവത്തിന് മുമ്പിൽ കീഴ്പ്പെടുക, ദൈവത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കാതെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും കൈക്കൊണ്ടുകൊണ്ട് മദ്യപാനം, അതുപോലെ കഞ്ചാവ്, അതുപോലെ മയക്കുമരുന്ന്, ദുഷ്ടതകൾ വിട്ടുകൊണ്ട് അകത്തൊരു തീരുമാനമെടുത്തുകൊണ്ട് ഇനിയുള്ള സമയങ്ങള് ഒരുപാട് സമയങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി ദൈവത്തിന് വേണ്ടി, ദൈവികത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ ഹൃദയം കൊടുക്കുന്നു എന്ന നീ തീരുമാനമെടുത്താൽ, എന്ന് പറഞ്ഞാൽ വാഹനം ഓട്ടിക്കുന്ന മനുഷ്യനാണ് തീരുമാനമെടുത്ത് ഓട്ടിക്കേണ്ടത്. എത്രയോ ഭയങ്കരമായ അപകടങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നീ കൈക്കൊണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകാത്ത ശാന്തി തരുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഈ ലോകത്തിൽ ഒരേ ഒരു ജീവനമേ ഉള്ളൂ, അത് വേഗത്തിൽ മാറിപ്പോകും. മാറ്റിപ്പോകുന്ന പുല്ലുപോലെയും നെയ്പ്പാവിനോടുന്ന നൂലുപോലെയും മാറി അടിക്കുന്ന കൂടാരം പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒന്നും കൊണ്ടുപോകുകയില്ല, ഒരു കടുക് പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ കുറേയെണ്ണം രക്ഷിക്കപ്പെട്ടാൽ, സ്നാനപ്പെട്ടാൽ, വേർപെട്ട് ജീവിച്ചാൽ അതൊരു സമ്പാദ്യമായി മാറും. അതുകൊണ്ട് ദൈവവചനത്തിൽ മുമ്പോട്ട് പോകുക. 34 സങ്കീർത്തനം 18 നൽകിപ്പോയ ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം ശാന്തിയും സമാധാനം നൽകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു, പുതുക്കുന്ന സഭയ്ക്കായി, അച്ഛനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ ശാന്തി നൽകണമേ. ദേശത്തിൽ ദുഷ്ടത നടക്കരുത്, അനീതി നടക്കരുത്, തൊഴിലുംപ്രകാരം നടക്കരുത്, ആഭിചാരം നടക്കരുത്, മൃഗബലി നടക്കരുത്, നരബലി നടക്കരുത്. എല്ലാ കള്ളുക്കടകളും അടയ്ക്കപ്പെടണം, എല്ലാ ബ്രാൻഡിക്കടകളും അടയ്ക്കപ്പെടണം. ഈ ഭൂമിയിൽ കാണുന്നത് പോലെ സകലപരിയും സ്വർഗത്തിൽ കാണപ്പെടണം. മാറിപ്പോകാത്ത ആ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നീറിപ്പുകയുന്ന വ്യക്തികൾക്ക് ദൈവിക കൃപയാൽ ദൈവം നിറയ്ക്കണമേ. വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങളോ കുടുംബമായി സമാധാനം പ്രാപിക്കട്ടെ. ദേശത്തെ ഭരിച്ചു മുടിക്കുന്ന സകല ദുഷ്ടന്റെ ആധീനങ്ങളും കാറ്റി ചാമ്പലാകട്ടെ. കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊരു പ്രവൃത്തി ദേശത്തിൽ നടക്കുവാൻ ദൈവം അനുവദിക്കരുതേ. ശാന്തി സമാധാനം കൊടുക്കണം. കടൽ ഭാരത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. കഞ്ചാവ്, മയക്കുമരുന്ന് മാറട്ടെ. ലക്ഷം കോടി ജനം സകല മനുഷ്യനും സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മാറാനാഥ, യേശു വേഗം വരും. ദൈവം നിങ്ങൾക്ക് ശാന്തിയും സമാധാനം നൽകട്ടെ. ആമേൻ.